മോളെ, അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് ആരോ വിളിച്ചത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഗീതമ്മ ചിരിച്ചുകൊണ്ട് എന്നെ അടുത്തേക്ക് വരുന്നു. എനിക്ക് ഒരേ സമയം സന്തോഷവും ചടപ്പും വന്നു. ഞാനൊരു പുഞ്ചിരിയോടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. മോള് തൊഴുതു കഴിഞ്ഞോ? ഞാനൊരു പുഞ്ചിരിയുടെ തലയാട്ടി. മോളെന്താ ഒന്നും മിണ്ടാത്തത്? കണ്ണൻ എന്നോട് എല്ലാം പറഞ്ഞു. ആദ്യം കണ്ടപ്പോൾ തന്നെ അവൻ്റെ ദേവിക്കുട്ടിയെ ഈ അമ്മയ്ക്ക് ഇഷ്ടമായതാ. ഇനി ദേവിക്കുട്ടിയും എൻ്റെ സ്വന്തം മോൾ തന്നെയാണ്. ഗീതമ്മ എൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞ പോലെ തോന്നി. കണ്ണ് നിറയാതെ ഞാൻ പിടിച്ചു വന്നു. അല്ല, മോൾ എന്നും അമ്പലത്തിൽ വരാറുണ്ടോ? ആ അമ്മേ, വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വരും. അങ്ങനെയാ, നല്ല കുട്ടികൾ. എനിക്കൊരുത്തനുണ്ട്. അവനോട് പോകാൻ പറഞ്ഞാലോട്ട് പോകത്തുമില്ല, ബാക്കിയുള്ളവരെ കൊണ്ടുപോകുകയില്ല. ഇന്ന് പിന്നെ ഞാൻ പിടിച്ച പിടിയാലെ കൊണ്ടുവന്നതാ. ഗീതമ്മ പറയുന്നതെല്ലാം ഞാനൊരു പുഞ്ചിരിയോടെ കേട്ടു നിന്നു. പിന്നെയും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ശരിക്കും ഗീതമ്മ ഒരു ഫ്രണ്ടിനെ പോലെ നല്ല കട്ട കമ്പനി. അല്ല ഗീതമ്മേ, മാഷെവിടെ? ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ പോരുമ്പോൾ തൊഴാൻ നിൽക്കണ കണ്ടിരുന്നു. ഇപ്പോൾ വരും. എന്താ കാണാൻ തിടുക്കായോ? ഗീതമ്മ എന്നെയൊന്ന് ആക്കി ചോദിച്ചപ്പോൾ ഞാനൊരു ചമ്മയെ ചിരിയിരിച്ചു. ദാ വരുന്നു മോളുടെ മാഷ്. ഗീതമ്മ ചൂണ്ടിയ ഭാഗത്തേക്ക് ഞാൻ നോക്കി. കടും നീലക്കരയുള്ള മുണ്ടുകൊടുത്ത് ഷർട്ടും തോളത്തിട്ട് വരുന്നു എൻ്റെ മാഷ്. ഇടയ്ക്ക് മാഷ് നടുവിന് കൈ കൊടുക്കുന്നുണ്ട്. മാഷിനെന്താ പറ്റിയ ഗീതമ്മേ? നടുവേദനയുണ്ടോ? അത് ഞാൻ അവനെ കൊണ്ട് ഒന്ന് ശയനപ്രദക്ഷിണം വെപ്പിച്ചതാ. അതിൻ്റെ ഹാങ് ഓവറാണ്. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഗീതമ്മ പറഞ്ഞത് കേട്ട് എനിക്ക് ചിരിയാണ് വന്നത്. എന്നെ കണ്ടതും മാഷിൻ്റെ മുഖം വിടരുന്നത് ഞാൻ കണ്ടു. മാഷിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് മുഖം തിരിച്ചു. വേറൊന്നുമല്ല, മാഷിൻ്റെ 6 പാക്ക് ബോഡി കാണാനുള്ള ശക്തി എനിക്കില്ല. എന്താണ് അമ്പിയും മോളും തമ്മിൽ ഒരു കിന്നാരം? മാഷ് എന്നെ നോക്കി തന്നെയാണ് ചോദിക്കുന്നതെന്ന് ഞാൻ അറിയുന്നുണ്ടെങ്കിലും ഞാൻ ഗീതമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. കിന്നാരമൊന്നുമല്ല, നിനക്കിട്ട് ശരിക്കും പണി തരാൻ വേണ്ടി ഞങ്ങളൊരു പ്ലാൻ ചെയ്യായിരുന്നു അല്ലേ മോളെ? എന്നെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് ഗീതമ്മ ചോദിച്ചപ്പോൾ ഞാൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് അത് ശരി വെച്ചു. ആയിക്കോട്ടെ, അവസാനം പണിയുന്നവർക്ക് പണി കിട്ടാതെ നോക്കിയാൽ മതി. ആ പറഞ്ഞതിൽ എന്തോ ഒരു പന്തികേടില്ലേ? ഉണ്ടോ? ഇനി ഇല്ലേ? ആവോ. കണ്ണാ, നിനക്ക് നടുവേദനിക്കുന്നുണ്ടോ? വീട്ടിൽ ചെന്നിട്ട് ഞാൻ വേണേൽ ചൂട് പിടിച്ചു തരാം. ഒന്ന് പോയേ ഗീതു, അത്ര പെട്ടെന്ന് ഡാമേജ് ആകുന്ന ബോഡിയൊന്നും അല്ലിത്. ആയിക്കോട്ടെ തമ്പുരാനെ, എന്നാ ഞാൻ പോട്ടെ. ഗീതമ്മേ, കോളേജിൽ പോകാൻ ലേറ്റാവും. എന്നാ മോള് ചെല്ല്, ഞങ്ങളും ഇറങ്ങാണ്. ഗീതമ്മയോട് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു. മാഷിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കാനും മറന്നില്ല. പുഷ്പമേ, അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കേ നീ. പ്രശസ്ത കവി കുമാരനാശാൻ്റെ വീണപൂവ് എന്ന കവിതയിലെ വരികൾ. ഓരോ വരികളിലും ജീവൻ തുടിക്കുന്ന വാക്കുകൾ. കോളേജ് ലൈബ്രറിയിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇളം തന്നിലൊപ്പം കൊലുസിൻ്റെ കിലുക്കം എൻ്റെ കാതിൽ അലയടിച്ചത്. പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് തലയിട്ട് നോക്കി. വരാന്തയിലൂടെ ഒരു കൈകൊണ്ട് തൂണുകളിൽ ഉരസി മറു കൈകൊണ്ട് ബാഗ് മാറോടടക്കി പിടിച്ച് ഒരു ചെറു പുഞ്ചിരിയോടെ നടന്നു വരുന്നു എൻ്റെ ദേവിക്കുട്ടി. അവളുടെ മുമ്പിൽ നിത്യ എന്തൊക്കെയോ വാതോരാതെ അവളോട് ചിലയ്ക്കുന്നുണ്ട്. അവിടെ ദേവിക്കുട്ടി അത് ശ്രദ്ധിക്കുന്നു പോലുമില്ല. അവർ എൻ്റെ അടുത്തെത്താറപ്പോൾ ഞാൻ മറിഞ്ഞു നിന്നു. നിത്യ മുമ്പേ പോയതും പിറകെ വന്ന ദേവിക്കുട്ടിയുടെ അരയിലൂടെ ഞാൻ കൈയിട്ട് പൊക്കിയെടുത്ത് അകത്തേക്കിട്ടു. രാവിലെ ആയതുകൊണ്ട് അകത്താരും ഇല്ലായിരുന്നു. പെണ്ണ് ഞെട്ടി അലറാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെയും ലോക്കാക്കി അവളെ ഒരു ഷെൽഫിൻ്റെ മറവിലേക്ക് ചേർത്ത് നിർത്തി. അവൾക്ക് ഓപ്പോസിറ്റായി നിന്നു. ഞാനാണെന്ന് മനസ്സിലായപ്പോൾ ആ കണ്ണുകളിൽ ആശ്വാസം നിറഞ്ഞു. ഞാൻ പതിയെ അവളുടെ മൂടിയിരുന്ന എൻ്റെ കൈ മാറ്റി. എന്തിനാ മാഷേ ഇങ്ങനെ പേടിപ്പിക്കണേ? മാറിക്കേ, ഞാൻ പോട്ടെ. നിത്യപ്പോൾ അന്വേഷിച്ചു വരും. ദേവിയിട്ട് എന്നെ തള്ളി മാറ്റി ഓടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളെ വലിച്ച് എൻ്റെ നെഞ്ചിലേക്കിട്ടു. പെണ്ണ് ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. മാഷേ വേണ്ടാട്ടോ, ആരെങ്കിലും കാണും. അപ്പോൾ ആരും കാണില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലല്ലേ? ഒരു കള്ളച്ചിരിയോടെ ഞാൻ ചോദിച്ചത് കേട്ട് അവൾ അന്തം വിട്ട് എന്നെ നോക്കിയിട്ട് എൻ്റെ നെഞ്ചിനിട്ടൊരു കുത്തു തന്നു. എടി, വേദനയുണ്ട് കേട്ടോ. മാഷേ, എനിക്ക് പേടിയാവുന്നു, ഒന്ന് വിട്ടേ, ഞാൻ പോട്ടെ. അവിടെ അടങ്ങി നിൽക്ക് ദേവിക്കുട്ടി. രാവിലെ എന്തായിരുന്നു തമ്പുരാട്ടിയുടെ ഒരു ചാട? ഒന്ന് മുഖത്തേക്ക് പോലും നോക്കിയില്ലല്ലോ. അതില്ലേ, മാഷ് ഷർട്ടൊന്നും ഇടാത്തതുകൊണ്ട് അങ്ങനെ വരുന്നുണ്ടപ്പോൾ എന്തൊക്കെയോ ചടപ്പായി, അതുകൊണ്ടാണ് നോക്കാതിരുന്നേ. ഒന്ന് ഷർട്ട് മാത്രം ഇടാതിരുന്നതിന് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ എന്താകും അവസ്ഥ പെണ്ണേ? ഈ മാഷിനൊരു നാണോ ഇല്ലേ?
ദേവിക്കുട്ടി മുഖം പൊത്തിക്കൊണ്ട് പറഞ്ഞു. എനിക്കത് കണ്ട് ചിരിയാണ് വന്നത്. ഡീ കുരിപ്പെ കൈ മാറ്റ്. നീയായിട്ട് മാറ്റുന്നോ അതാ ഞാൻ മാറ്റണം? പിന്നെ ഇപ്പോൾ സമ്മതിക്കും ഞാൻ. ഓ ഐ സി, എന്നാൽ മാറ്റിയിട്ട് തന്നെ കാര്യം. ഞാൻ അവളുടെ മുഖം പൊത്തിയിരുന്ന കൈമാറ്റാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടും പെണ്ണ് ചത്താലും മാറ്റില്ല എന്ന മട്ടിലാണ്. ഇടയ്ക്ക് അവളുടെ ചിരിയും കേൾക്കാം. പെട്ടെന്നാണ് എനിക്കൊരു കുസൃതി തോന്നിയത്. ഞാൻ പതിയെ അവളുടെ ധാവണിയുടെ ഷോൾ വകഞ്ഞു മാറ്റി പഞ്ഞിക്കെട്ട് പോലെയുള്ള ആ വയറിൽ പതിയെ തഴുകി. അപ്പോൾ തന്നെ പെണ്ണൊന്ന് പിടഞ്ഞുകൊണ്ട് കൈ മാറ്റി എൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. ആ ഉണ്ടക്കണ്ണ് ഇപ്പോൾ പുറത്തു ചാടുമെന്ന അവസ്ഥയാണ്. എൻ്റെ കൈ അവളുടെ വയറിൽ വീണ്ടും കുസൃതി കാട്ടിയതും അവൾ വിറച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ പിടുത്തുവിട്ടു. മാഷേ, ഇടറിയ ശബ്ദത്തോടെ അവൾ വിളിച്ചു. പെട്ടെന്നാണ് ആരോ അകത്തേക്ക് വരുന്നത് പോലെ തോന്നിയത്. ദേവിട്ടി അപ്പോൾ തന്നെ ഞെട്ടി എന്നിൽ നിന്ന് അടർന്നു മാറി ഷോളൊക്കെ നേരെയാക്കി. ആരെവിടെ? ശബ്ദം കേട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു വിമൽ, കോപ്പൻ. ഓഹോ, നിങ്ങളായിരുന്നോ? ഷോ, ഞാൻ ഡിസ്റ്റർബൻസ് ആയോ? നിന്നോട് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ആരാടാ പുള്ളി പറഞ്ഞത്? ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി ഞാൻ ചോദിച്ചു. അപ്പോൾ ജന്തു നിന്ന് ഇളിച്ചു കാണിക്കുക. സോറി, ഞാനൊരു ബുക്ക് എടുക്കാൻ വന്നതാ. ഇവിടെ രണ്ടിൻ്റെ റൊമാൻറ്റിഫിക്കേഷൻ നടക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ പോയേക്കാം. പിന്നെ മോനിസേ, ദർശനേ പുണ്യം സ്പർശനേ പാപം എന്നാണ് ശ്രുതി എന്നോട് സ്ഥിരം പറയുന്ന ഡയലോഗാണ്. ഇപ്പോൾ നിനക്കാണിത് ആവശ്യം. ഓഫ്, ഇറങ്ങിപ്പോട ശവമേ. എൻ്റെ അലർച്ച കേട്ടപ്പോഴേ അവൻ കാതുപൊത്തി പുറത്തേക്ക് പോയി. കിട്ടിയ അവസരം മുതലാക്കി അപ്പോൾ തന്നെ ദേവിക്കുട്ടി എന്നെ തള്ളി മാറ്റി ഒരോട്ടായിരുന്നു. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി ഗുണ്ടുമുളകെ. ഞ അതിനിത്തിരി പുളിക്കും മാഷേ. അതും പറഞ്ഞ് ഒരു പൊട്ടിച്ചിരിയോടെ അവൾ ഓടുന്നത് ഞാനും ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. നേരത്തെ നടന്ന കാര്യോർത്ത് ഒരു പുഞ്ചിരിയോടെ ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു. മാഷ് വയറിൽ തൊട്ട് തോർത്തപ്പോൾ ഇപ്പോഴും ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നു പോകുന്നു. നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ പേടിച്ചുപോയി. നിത്യ എൻ്റെ തലക്കിട്ടൊന്ന് കൊട്ടിയപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്നുണർന്നത്. എന്താ? ഞാൻ തല ചൊറിഞ്ഞോട് ചോദിച്ചു. എടി പോത്തേ, നീ എവിടെയായിരുന്നു എന്ന്? അത് ഞാൻ ലൈബ്രറിയിൽ ആ ബുക്ക് എടുക്കാൻ പോയതാ. എന്നാൽ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാനും ഉണ്ടായിരുന്നല്ലോ കൂടെ. അത് പിന്നെ പെട്ടെന്ന് ഓർത്തപ്പോൾ അങ്ങോട്ട് പോയതാ. എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ഞാൻ അവരെ ഒന്ന് ഇടങ്കണ്ണിട്ട് നോക്കി വേഗം സീറ്റിൽ പോയിരുന്നു. ബസ്സിൽ മുഴങ്ങിക്കേട്ട പാട്ടിൽ ലയിച്ച് ഞാൻ ജനൽക്കമ്പിയിൽ തലവെച്ച് കിടന്നു. ചുണ്ടിലപ്പോഴും ഒരു പുഞ്ചിരി തത്തി കളിച്ചു. ബസ്സിൻ്റെ പിറകിൽ ഒരു ഹോണടി ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. ബുള്ളറ്റിൽ എന്നെ നോക്കി പുഞ്ചിരി തൂക്കി ബസ്സിൻ്റെ പിറകെ വരുന്നു എൻ്റെ മാഷ്. ഈശ്വര, ഈ മാഷ് ഇത് എന്ത് ഭാവിച്ചാ? നേരെ നോക്കി വണ്ടി ഓടിക്ക്, ഞാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. മാഷ് ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. അതുകൊണ്ട് ഞാൻ മാഷിനെ നോക്കി കണ്ണുരുട്ടി. പിന്നെ ദയനീയമായി പ്ലീസ് എന്ന് കൈകൂപ്പി. അപ്പോൾ മാഷ് ഒരു പുഞ്ചിരിയോടെ എന്നെ നോക്കി കൈവീശി ബസ്സിനെ മറികടന്നു പോയി. ഞാൻ മാഷ് കണ്ണിൽ നിന്ന് മായുന്നവരെ നോക്കിയിരുന്നു. മതിയടി മോളെ നോക്കിയത്. ആ തലയെടുത്ത് അകത്തേക്കിട്, ഇനി നാളെ കാണാം. നിത്യ അടുത്തിരുന്നൊരു കമൻറ്റ് പറഞ്ഞതും ഞാനൊരു ചമ്മിയെ ചിരിച്ചുകൊണ്ട് നേരെയിരുന്നു. എത്രയും പെട്ടെന്ന് നാളെയാകാൻ എൻ്റെ ഉള്ളം തുടിച്ചു. അത്രമേൽ മാഷിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു.